വാർത്തകൾ വിരൽത്തുമ്പിൽ എന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോ ന്യൂസുകൾ അറിയാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. മൊബൈലുണ്ട്, ടി വി ഉണ്ട്, അങ്ങനെ പല സംവിധാനമുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ പേപ്പർ വായിക്കുന്ന ഒരു സുഖം അത് പേപ്പർ വായിച്ചാൽ തന്നെ കിട്ടും. പക്ഷെ നമുക്ക് നേരമില്ല പേപ്പറൊന്നും വായിക്കുക. എന്നാ പിന്നെ എല്ലാ പേപ്പറും നമുക്ക് മൊബൈലിൽ നിന്ന് വായിച്ചാലോ? പ്രധാനപ്പെട്ട എല്ലാ ന്യൂസ് പേപ്പറുകളും അതേപോലെ മൊബൈലിൽ നിന്ന് വായിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, സൈറ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫയൽ സൈസിൽ വെറും 2 MB എല്ലാ പേപ്പറുകളും കിട്ടുന്ന ഒരു സൂപ്പർ മൊബൈൽ ന്യൂസ് പേപ്പർ ആപ്ലിക്കേഷനാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും പേപ്പർ വായിച്ച് ശീലമുള്ളവർക്ക് ഉപകാരപ്പെടും, ശീലമില്ലാത്തവർക്ക് വായിച്ച് തുടങ്ങാനൊരു സുഖമാണ്. നമുക്ക് ഏതാണ് ഈ ന്യൂസ് പേപ്പർ ആപ്ലിക്കേഷൻ, എന്തൊക്കെ പേപ്പറുകളാണ് ഇതിലുള്ളത്, അതൊക്കെ ഒന്ന് നോക്കാം. ഓൾ ഇൻ വൺ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഒരുപാട് ഇതൊന്നും വേണ്ട കേട്ടോ, വെറും 2 MB ഉള്ളൂ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരിക. നമുക്കിതിൽ ഏത് ഭാഷയിലുള്ളതാണെന്ന് സെലക്ട് ചെയ്യണം. നമുക്ക് മലയാളമല്ലേ, മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1-2 ഇതിലെ ഫീച്ചേഴ്സ് കാണിക്കും. നെക്സ്റ്റ് കൊടുക്കുക, കോർട്ടിറ്റ് കൊടുക്കുക. പിന്നെ ഇതില് നമുക്ക് വേണ്ട പേപ്പർ ഏതാന്ന് സെലക്ട് ചെയ്യുക. ഇപ്പൊ ദീപിക ഉണ്ട്, ദേശാഭിമാനി ഉണ്ട്, കേരള കൗമുദി, മനോരമ, മംഗളം, മാതൃഭൂമി, അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. ഞാനിപ്പോ മനോരമ ഒന്ന് ഓപ്പൺ ചെയ്യാം. മനോരമ ഓപ്പൺ ചെയ്താൽ മനോരമയിൽ അന്നന്നത്തെ ന്യൂസുകൾ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. പ്രീവിയസ് ന്യൂസുകളും കിട്ടും. ഓരോ ന്യൂസും ഹെഡിങ് ക്ലിക്ക് ചെയ്താൽ ആ ന്യൂസിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോവാം. അതെന്താണെന്ന് വായിക്കാം. പേപ്പറിൽ നിന്ന് വായിക്കുന്ന പോലെ തന്നെ പേപ്പറിൽ എന്ത് ന്യൂസാണെന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതിന്ന് വായിച്ചെടുക്കാം. പിന്നെ ഇത് നമുക്ക് കോപ്പി ചെയ്യാം. ആവശ്യമുള്ള ഭാഗമൊക്കെ കോപ്പി ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഷെയർ ചെയ്യണേ, ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കല്. ഷെയർ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന്റെ മെനു ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറി തിരിച്ചിട്ട് എടുക്കാം. വീഡിയോ ന്യൂസുകൾ വേണേൽ അതെടുക്കാം. മൂവീസായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ, ടെക് ന്യൂസുകൾ, സ്പോർട്സ് ന്യൂസുകൾ, അങ്ങനെ ഏത് കാറ്റഗറിയുള്ള ന്യൂസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏതായാലും വളരെ കറക്റ്റായിട്ട് ഒരുവിധം ന്യൂസ് പേപ്പറുകളൊക്കെ കിട്ടുന്ന നല്ലൊരു ന്യൂസ് പേപ്പർ ആപ്ലിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നി. അതും വളരെ കുറഞ്ഞ ഫയൽ സൈസിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.